അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് 2025 പുതിയ സിലബസ് 8ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടാം. എല്ലാവരും 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കല്ലേ? അപ്പോൾ നമുക്ക് നന്നായി പഠിച്ചു തുടങ്ങാം. നമുക്ക് ആദ്യത്തെ യൂണിറ്റ് മാത്രമേ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ സാവധാനം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണുള്ളത്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, അതൊരു സ്റ്റോറിയാണ്. റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്റ്റോറിയാണത്. നമ്മൾ ഉടൻ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് ദ 7 ഏജസ് ഓഫ് മെൻ എന്ന് പറയുന്ന ഒരു പോയമാണ്. ഒരു മനോഹരമായിട്ടുള്ള പോയമാണ് അത്. വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. പിന്നെ അതിനുശേഷം ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റോറി. നമുക്ക് ഈ 3 എണ്ണവും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ 3 പാഠവും ഒന്ന് വെറുതെ ഒന്ന് നോക്കിപ്പോരാം. ഓക്കെ, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള സ്റ്റോറിയാണ് ഇത്. കണ്ടില്ലേ, ഒരു മനോഹരമായിട്ടുള്ള സ്റ്റോറിയാണ്. ഉടൻ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് നന്നായി പഠിക്കാം. എല്ലാവരും 8ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ബേസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. നമ്മുടെ ഈ ക്ലാസ് വരുന്നതിന് മുമ്പ്, ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ബേസൊക്കെ സെറ്റാക്കി വെക്കുക. ക്ലാസ്സിന് കൂടെ നമുക്ക് ഒരുമിച്ച് എല്ലാം നല്ലതുപോലെ പഠിച്ച് 8ാം ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ നമുക്കിതിലൊക്കെ ഈ പാഠമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് നന്നായി അവിടുന്ന് എല്ലാവരുടെയും മുന്നിൽ നമുക്കൊന്ന് ഷൈൻ ആവാനും കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ദ 7 ഏജസ് ഓഫ് മെൻ, കണ്ടില്ലേ, 2ാമത്തെ പാഠം ഇതാണ്. നമുക്ക് 3ാമതായിട്ട് മറ്റൊരു സ്റ്റോറി ഉണ്ട്, അത് കാണിച്ചു തരാം. ദ ലിറ്റിൽ തിങ് മാറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഉടൻ കാണാം. നമുക്ക് നന്നായി പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.